I'm so excited to be with each one of you today with the word of God. ഇന്ന് ദൈവവചനത്താൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ആയിരിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. It's an honor to be here with the word of God. ദൈവവചനവുമായി ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ കഴിയുന്നത് വലിയൊരു Amen. ബഹുമാനമാണ്. How many of us are expectant to be an Israel? എത്ര പേർ ഇസ്രായേൽ ആകുവാനായിട്ട് പ്രതീക്ഷിക്കുന്നു? Now you're wondering, what is Israel, right? നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഇസ്രായേൽ? At least it was a big nation. കുറഞ്ഞ പക്ഷം അതൊരു വലിയ ദേശമായിരുന്നു. Amen. It is more than Jacob. യാക്കോബിനേക്കാൾ തീർച്ചയായും അധികമായിരുന്നു. Amen. Jacob became Israel. Multiplication. യാക്കോബ് ഇസ്രായേലായി വലിയൊരു പെരുക്കത്തിന്റെ അനുഭവം. Amen. So Father, we just want to thank you for this day. പിതാവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. We are excited for your presence. അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഏറെ ആവേശത്തോടെ. In your presence there is fullness of joy. അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണതയുണ്ട്. At your right hand are pleasures. കർത്താവേ, അങ്ങയുടെ വലങ്കയിൽ കർത്താവേ ദൈവത്തിന്റെ സമൃദ്ധി ഉണ്ടല്ലോ. Holy Spirit, have your way. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വഴി നടക്കട്ടെ. Holy Spirit, come and heal your people. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജനത്തെ സൗഖ്യപ്പെടുത്തണമേ. I just sense in my heart there is somebody here with a back pain. പുറകിൽ അല്ലെങ്കിൽ നടുവേദനയുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. And the Holy Spirit wants to heal you. പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Father, right now I speak healing in the name of Jesus. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം I കൽപ്പിക്കുന്നു. speak healing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം I കൽപ്പിക്കുന്നു. rebuke every sickness right now. എല്ലാ അസുഖങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Someone here who is watching online, you have an ear condition, the Lord wants to heal you right now. ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് ചെവിയുടേതായിട്ടുള്ള എന്തോ ഒരു പ്രയാസമുണ്ട്. യേശു നിങ്ങളെ സൗഖ്യപ്പെടുത്തും. Let that condition be healed completely right now in the mighty name of Jesus. ആ പ്രയാസം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. Right now I take authority in the name of Jesus and by the power of the blood of Jesus. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ അധികാരം എടുത്തുകൊണ്ട്, യേശുവിന്റെ രക്തത്താലുള്ള അധികാരം എടുത്തുകൊണ്ട് Right now I rebuke every viral infection in the mighty name of Jesus. എല്ലാ വൈറൽ ഇൻഫെക്ഷനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ അസുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ സകല രോഗത്തെയും കാൽവറി ക്രൂശിൽ ജയിച്ച് വീരനാം യേശു ഇവിടെ ഉള്ളതിനായിട്ട് കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, അസുഖമായിട്ട് ആരെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ, ഓൺലൈൻ കാണുന്നുണ്ടോ, യേശുവിന്റെ നാമത്തിൽ റൈറ്റ് നൗ ഐ റിലീസ് ഹീലിംഗ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം ഡിക്ലെയർ ചെയ്യുന്നു. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ യേശുവിന്റെ നാമത്തിൽ രോഗത്തിന് ഞങ്ങളുടെ ഇടയിൽ യാതൊരു സ്ഥാനവുമില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗത്തിന്റെ ശക്തിയോട് വിട്ടുപോകുവാൻ കൽപ്പിക്കുകയാണ്. റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം സകല നാമത്തിന് മേലെയായ നാമമായിരിക്കുന്നതിനാൽ there is someone here who has been asking the Lord for a financial breakthrough, and right now I want to release financial breakthrough over your life. സാമ്പത്തികമായിട്ടുള്ള ഒരു വിടുതലിന് വേണ്ടി ഇവിടെ ആരോ ചിലർ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ റിലീസ് ചെയ്യുന്നു. I see 4 people right now who 2 people that are online and 2 people that are right now here. 2 പേർ ഇവിടെ ആയിരിക്കുന്നവരും 2 പേർ ഓൺലൈൻ ആയിരിക്കുന്നവരും അങ്ങനെ കാണുന്നു. I see this amount that is in lakhs. ലക്ഷങ്ങളുടേതായിട്ടുള്ള ഒരു തുക ഞാൻ കാണുന്നു. And you have a debt. നിങ്ങൾക്കൊരു കടവുമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവെ ഇന്ന് രാവിലെ ഇവിടെ റിലീസ് ആവട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ, കാക്കിയാൽ ഭക്തനെ പോറ്റിയ എന്റെ പിതാവിന്റെ കരുതൽ കർത്താവെ, നിന്റെ മക്കളുടെ ഈ ബാലാറാബായാന്തര ഭാരങ്ങൾ പൂർണ്ണമായിട്ടും കർത്താവ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. അങ്ങയുടെ വിടുതൽ കർത്താവെ, ഈ കടഭാരത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിടുതൽ റൈറ്റ് നൗ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ we believe in miracles. ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു അപ്പാ. അങ്ങയുടെ അത്ഭുതങ്ങൾ കർത്താവെ, വാതിലുകൾ തുറക്കുന്നവൻ കർത്താവെ, താമ്ര കഥകളെ ഇടിച്ചു കളയുന്ന നദീതലയാന്ത്ര ഓപ്പണിംഗ് അപ്പ് ഡോർസ് that are bars, oh God, that seem to be difficult, oh God. അങ്ങയുടെ വലുപ്പത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ, അങ്ങയുടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. Father, we ask that you would glorify your name. കർത്താവെ, അങ്ങയുടെ നാമം ഇവിടെ മഹത്വപ്പെടുത്തുമാറാകണമേ. We thank you in Jesus' mighty name we pray. Amen. Amen. Amen.
The Lord is a mighty God. നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാകും. Amen. The Lord is a mighty God. ദൈവം ശക്തനായ ദൈവമാകും. Tell your neighbor, my God is a mighty God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ. There's nothing impossible with our God. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. Amen. There is nothing impossible with our God. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. With one snap of a finger, He can split the rivers, the waters. ഒരു ഞൊടിയിടയിൽ തന്നെ ദൈവത്തിന് വെള്ളത്തെ പിരിക്കുവാൻ കഴിയും. Tell your neighbor, I believe in this mighty God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഞാൻ ഈ ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. Every year the Lord gives me a theme to focus on. ഓരോ വർഷവും ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു ചിന്ത തരാറുണ്ട്. Last year it was Jehovah Shalom. കഴിഞ്ഞ വർഷം അത് യഹോവ ശലോം ആയിരുന്നു. And it is the wholesomeness of God. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണത. It includes peace of God. അത് തീർച്ചയായിട്ടും അതിൽ ദൈവത്തിന്റെ സമാധാനമുണ്ട്. കർത്താവ് പീസ് ആയിട്ട് എന്നെ ഈ ജഹോവ ശലോം പഠിപ്പിച്ചു തന്നു. പീസായിട്ട് തന്നെ ഭാഗമായിട്ട് തന്നെ ഈ ശലോമിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. Every word that God gives me, for some reason, I'm sure it's there in the Bible, but for some reason I go through test papers. ദൈവം ഏത് വാക്ക് തരുന്നോ അല്ലെങ്കിൽ ഏത് ചിന്ത തരുന്നോ അത് തിരുവചനത്തിലുള്ളതാണെങ്കിലും അതിനെക്കുറിച്ചുള്ള പരീക്ഷകളും ഞാൻ കടന്നു പോകും. By 2023, the end of the year, He put me through a lot of test papers. 2023 അവസാനമായപ്പോഴത്തേക്കും ഒരുപാട് പരീക്ഷകളിലൂടെ ദൈവം കടത്തിവിട്ടു. And He told me one thing, one statement. അതിനുശേഷം ദൈവം ഒരു വാക്യം എന്നോട് പറഞ്ഞു. He said, I want you to learn to sleep through the storm. ഈ കൊടുങ്കാറ്റിൽ ഉറങ്ങുവാനായിട്ട് നീ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I'm still learning that art. കല ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. But I'm getting better. എന്നാൽ തീർച്ചയായും ഭേദപ്പെട്ടു വരുന്നു. This year also I had a lot of storms. ഈ വർഷവും ഒരുപാട് കൊടുങ്കാറ്റുകൾ ഉണ്ടായിരുന്നു. Different situations. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ. But I'm understanding that I'm able to sleep better. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ മികച്ച രീതിയിൽ ഉറങ്ങാൻ പഠിച്ചു. Last year, a storm would hit me. I'll be like Kung Fu Panda, dun 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 dun, going all around. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ അതിനേക്കാൾ പ്രയാസമായിരുന്നു. I mean, I would go or I will be swaying around. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. But this year, for some reason, I'm able to stay through. എന്നാൽ ഈ വർഷം ഞാൻ അല്പം കൂടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കും. Fixing our eyes on Jesus, നമ്മുടെ കണ്ണുകൾ യേശുക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട്, the author and perfecter of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിട്ടുള്ള ഈ ദൈവം. So we are able to stay through the storm. അതുകൊണ്ട് കൊടുങ്കാറ്റിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു. Anyway, He does not sleep or slumber. ഏതായാലും ഈ ദൈവം ഉറങ്ങുന്നുമില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. So why should I stay awake? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എഴുന്നേറ്റിരിക്കുന്നത്? Amen. കടഭാരങ്ങളൊക്കെ ഓർത്ത് ഞാൻ എന്തിനാ ഉണർന്നിരിക്കുന്നത്? എന്തായാലും അതൊക്കെ ചിന്തിക്കാൻ കർത്താവ് ഉണർന്നിരിക്കുക. Anyways, the Lord is not sleeping, and then why should I be awake thinking of my debts? Amen. Why should I be worried about my tomorrow? Because the Lord is thinking about me. എന്റെ നാളെക്കുറിച്ച് ഞാൻ എന്തിനാ ആകുലപ്പെടുന്നു? കാരണം എന്റെ നാളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ടല്ലോ. Amen. Tell your neighbor, the Lord is thinking about you. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. And this year the Lord gave me this word, holiness. ഈ വർഷം ദൈവം എനിക്ക് തന്നതായിട്ടുള്ള ആ വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയായിരുന്നു. Which is the nature of God, where He is class apart, a standard above. അത് ദൈവം ഉയർന്നായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു തലമാണത്. Where He is not like us. അത് ദൈവം നമ്മെ പോലെയല്ല. He does not love the way that we love. നാം ആയിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാം ചെയ്യുന്ന രീതിയിലല്ല ദൈവം സ്നേഹിക്കുന്നത്. We love those who love us. നാം പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികളെ നാം തിരിച്ചു സ്നേഹിക്കുന്നു. It is easy to love those who love us. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ എളുപ്പവുമാണ്. But the Lord loves His enemies. എന്നാൽ ദൈവമാണെങ്കിലോ തന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നു. Tell your neighbor, which includes us. അത് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നമ്മളും ആ കൂട്ടത്തിൽ വരും. Amen. The Bible says that even while we were sinners, enemies to Him, yet the Lord loved us. തിരുവചനം പറയുകയാണ്, നാം ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ പോലും യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചു. So His standards are different. അതുകൊണ്ട് ദൈവത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. The way He forgives is different. ദൈവം ക്ഷമിക്കുന്ന നിലവാരം വേറെയാണ്. എത്ര തൊട്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലും കർത്താവ് നല്ലവനായിട്ട് എന്നോട് അങ്ങ് ക്ഷമിക്കുക. How much ever we behave in a bad way, the Lord continues to love us. Amen. He is so gracious. ദൈവം വളരെ കൃപാലുവാണ്. And so when I started this test paper, this journey, അതുകൊണ്ട് ഈ യാത്ര ഞാൻ ആരംഭിച്ചപ്പോൾ I had enough of test papers എനിക്ക് ആവശ്യത്തിന് പരീക്ഷകൾ ലഭിച്ചു. to be merciful to people that I didn't want to be merciful at all. അപ്പോൾ കരുണ കാണിക്കണം എന്ന് പറയുമ്പോഴും എനിക്ക് കരുണ കാണിക്കാൻ താല്പര്യമില്ലായിരുന്നു. ചങ്കെടുത്ത് കാണിച്ചാലും വാഴനാരാന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെ നമ്മൾ merciful ആകും? Amen. Yeah, you show your heart and they are like, what is this really a heart? This looks like something else, How can we just
Jesus love people who misunderstands us. Yeah, the people who do not understand that we are loving them. നാം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? Yeah, and so I had enough of test papers this year. അതുകൊണ്ട് ഈ വർഷം ആവശ്യത്തിന് ഇതുപോലെ പരീക്ഷകൾ ഉണ്ടായിരുന്നു. I still feel I am not yet in preschool ഞാൻ പ്രീ സ്കൂളിലല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. of understanding holiness. ഈ വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിൽ Somewhere middle of this year, ഈ വർഷത്തിന്റെ മധ്യത്തിൽ the Lord gave me the theme for next year. അടുത്ത വർഷത്തേക്കുള്ള ചിന്ത ദൈവം എനിക്ക് തരികയായിരുന്നു. Tell your neighbor, he is so humorous. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ ദൈവം വളരെ തമാശയുള്ള ദൈവമാണെന്ന് പറഞ്ഞു. നമ്മൾ ഹോളിനെസ് അങ്ങോട്ട് കയറി പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അടുത്ത സിലബസ് തന്നു കഴിഞ്ഞു. Amen. വിശുദ്ധിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അടുത്ത വർഷത്തേക്കുള്ളത് തരികയാണ്. Amen. So he gave me the theme, which is the message for today. ഇന്നത്തേതായിട്ടുള്ള ദൂത് അതിനെക്കുറിച്ചാകുന്നു. Consecration. ശുദ്ധീകരിച്ച് വേർതിരിക്കുക. Tell your neighbor, we are consecrated to the Lord. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നാം ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. Amen. We are consecrated unto the Lord. നാം ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. Joshua chapter 3 and verse 5. യോശുവയുടേതായിട്ടുള്ള പുസ്തകം 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 5-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, If you have your Bibles or it will be projected, Joshua chapter 3 verse 5. യോശുവയുടേതായിട്ടുള്ള പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. And we will read. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. Tell your neighbor, നാളെ നിങ്ങളുടെ മധ്യ കർത്താവ് അതിശയങ്ങൾ ചെയ്യും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, the Lord will do a miracle in your midst tomorrow. Tell your neighbor, the Lord will do wonders among you. നിങ്ങളുടെ മധ്യേ ദൈവം അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാട്ടെ. Tell your neighbor, be expectant. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക എന്ന് പറഞ്ഞാട്ടെ. The Lord will do wonders. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. Amen. The Lord will do wonders. ദൈവം അതിശയം പ്രവർത്തിക്കും. Amen. And so the context of this verse is, ഈ കഥയുടെ അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, the book of Joshua starts with an instruction or an encouragement to Joshua. യോശുവ എന്നുള്ള ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ യോശുവയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ കൊണ്ടാണ്. God is telling Joshua, ദൈവം യോശുവയോട് പറയുകയാണ്, Moses is dead. മോശ മരിച്ചു പോയിരിക്കുന്നു, Now it is your time. ഇനി നിന്റെ സമയമാണ്. Amen. ആമേൻ. It is a new generation's time. അത് ഒരു പുതിയ തലമുറയുടെ സമയമാണ്. The old leadership has gone away. പഴയതായിട്ടുള്ള തലമുറ അല്ലെങ്കിൽ നേതൃത്വം കടന്നുപോയിരിക്കുന്നു. A new leadership has come into place. ഒരു പുതിയ തലമുറ കടന്നു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ Even in our നേതൃത്വം church also we have that situation. നമ്മുടെ സഭയിലും അതുപോലെ ഒരു സാഹചര്യമാണ്. We have the old leadership that has moved on. പഴയ നേതൃത്വം കടന്നുപോയിരിക്കുന്നു. We have a new leadership, പുതിയ നേതൃത്വം, a team of people that are leading this work and the vision. ഈ വേലയും ദർശനവും നയിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം. And the Lord's word to the new team is, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ വാക്ക് പുതിയ നേതൃത്വത്തിനുള്ളത്, the way that I was with Moses, I will be with you. ഞാൻ മോശയോടൊപ്പം എങ്ങനെയായിരുന്നുവോ അതുപോലെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. Tell your neighbor, you are the leader that the Lord has picked up. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നേതാവ് നിങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു ധൈര്യം ഇല്ലാത്ത പോലെ, ഞാനോ ലീഡറോ ആരാ? I mean, that is exactly what I thought. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. I never thought I would be in leadership. എനിക്ക് നേതൃത്വത്തിലാകാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. I was a very fearful person. എനിക്ക് വളരെ ഭയമുള്ള വ്യക്തിയായിരുന്നു. Tell your neighbor, when Jesus comes. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, യേശു വരുമ്പോൾ. Tell your neighbor, when Jesus comes, യേശു വരുമ്പോൾ your life will be transformed. നിങ്ങളുടേതായിട്ടുള്ള ജീവിതം മാറും. And so the Lord is telling his people, യേശു തന്റെ ജനത്തോട് പറയുകയാണ്, God is going to do wonderful things. ദൈവം അതിശയം പ്രവർത്തിക്കുവാൻ പോകുന്നു. It is a new generation. അതൊരു പുതിയ തലമുറയാണ്. Even the old generation that was with Moses had already died. മോശയോടൊപ്പം ഉണ്ടായിരുന്ന പഴയ തലമുറയും മരിച്ചു പോയിരിക്കുന്നു. They died in the wilderness. അവർ ആ മരുഭൂമിയിൽ മരിച്ചു പോയിരിക്കുന്നു. So the people that are with Joshua are all new people. അതുകൊണ്ട് യോശുവയോടൊപ്പമുള്ള ആ വ്യക്തികളും പുതിയ വ്യക്തികളാണ്. Tell your neighbor, are you one of them? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങളും അതുപോലെയാണോ, ഒരു വ്യക്തിയാണോ? I mean, the Lord is handpicking people these days. ദൈവം ഈ ദിനങ്ങളിൽ വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. Amen. The Lord is setting his eyes on people. ദൈവം തന്റേതായിട്ടുള്ള കണ്ണുകൾ വ്യക്തികളിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I believe this so much that this is a time of revival. ഞാൻ വിശ്വസിക്കുന്നു നിശ്ചയമായും ഇത് ഉണർവിന്റെ സമയമാണ്. Tell your neighbor, it is time of revival. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ട് ഇത് ഉണർവിന്റെ സമയമാണെന്ന് പറഞ്ഞു. You must be wondering, every time this lady comes, she's talking about revival. I love revival. നിങ്ങൾ
ചിന്തിക്കുന്നുണ്ടാകാം ഈ സ്ത്രീ എപ്പോൾ വരികയാണെങ്കിലും ഇങ്ങനെ ഉണർവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഉണർവ് ഇഷ്ടമാണ്, because the Lord said it. കാരണം അത് ദൈവം പറഞ്ഞതാണല്ലോ. And I repeat what he says. അതുകൊണ്ട് ദൈവം പറയുന്നത് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. I believe with a lot of men and women that are globally speaking that we are in the cusp or the verge of a great awakening, another great awakening. ഞാൻ വിശ്വസിക്കുന്നു ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നാം ഉണർവിൻ്റെതായിട്ടുള്ള അറ്റത്ത്, ഒരു വലിയ ഉണർവിന്റെ അനുഭവത്തിന്റെ അറ്റത്തായിരിക്കും. The difference between a revival and awakening is revival is amongst his body. ഉണർവും ആ അവേക്കനിങ് എന്നുള്ള രീതിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഉണർവ് പലപ്പോഴും കർത്താവിന്റെ ശരീരത്തിലാകുമ്പോൾ, but an awakening includes the people that do not know the Lord Jesus Christ. എന്നാൽ ഈ അവേക്കനിങ് എന്ന് പറയുന്നത് അത് യേശുവിനെ അറിയാത്ത വ്യക്തികളും സംഭവിക്കുന്ന കാര്യമാകും. Tell your neighbor, get ready for an awakening. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഒരു എഴുന്നേൽപ്പിന് വേണ്ടി റെഡി ആയിരിക്കുക. Tell your neighbor, the Lord is going to do wonderful things in our midst. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, കർത്താവ് നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. And one of the criteria that the Bible says to a new generation, തിരുവചനം പറയുകയാണ് ഒരു പുതിയ തലമുറയോട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, where the Lord is going to do new things, ദൈവം പുതിയത് പ്രവർത്തിക്കാൻ പോകുമ്പോൾ is to consecrate ourselves. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ അല്ലെങ്കിൽ വേർതിരിപ്പിൻ. Tell your neighbor, get ready to get consecrated. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ ശുദ്ധീകരിക്കുവാനായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞാട്ടെ. The Lord wants a consecrated people. ദൈവത്തിന്റെ ആഗ്രഹം ശുദ്ധീകരിക്കപ്പെട്ട് വേർതിരിഞ്ഞ ഒരു ജനം വേണമെന്നാണ്. We're quickly going to look at this a few scriptures. അല്പവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. You can write it down, not opening it up. അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. In the context of the Bible, the word consecration or consecrated is used in terms of either people or objects. ഇപ്രകാരം ഈ പശ്ചാത്തലത്തിൽ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വേർതിരിക്കുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ സാധനങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. In Exodus 25:30, പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 25-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 30-ാമത്തെ വാക്യം, it talks about the showbread. അവിടെ പറയുകയാകുന്നു നിത്യം കാഴ്ചയപ്പത്തെക്കുറിച്ച് പറയുക. കാഴ്ചയപ്പത്തെക്കുറിച്ച്, it talks about the showbread. Another word for showbread that is mentioned in Matthew 12:4 is the consecrated bread. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ കാഴ്ചയപ്പത്തിന് പകരമായി പറയുന്നത് വേർതിരിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട അപ്പം എന്നാകും. The common people were not meant to be eating the consecrated bread. ഈ ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട അപ്പം എന്ന് പറയുന്നത് സാധാരണ വ്യക്തികൾക്ക് വേണ്ടി ഉള്ളതായിരുന്നില്ല. And that is the bread that our dear friend David decided to go and eat. അതായിരുന്നു നമ്മുടേതായിട്ടുള്ള സുഹൃത്ത് ദാവീദ് പോയി കഴിക്കാൻ തീരുമാനിച്ചത്. Is there in Matthew chapter 12? We can read that. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലുണ്ട്. And then we read in in Exodus 29:44. പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 29-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, the Lord says, consecrate the altar and the tent of meeting. ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും. And then the famous verse, all intercessors will know this verse. അതിനുശേഷം ഇന്റർസെസേഴ്സിനെല്ലാം അറിയുന്നതായിട്ടുള്ള വളരെ സുപരിചിതമായിട്ടുള്ള വാക്യം 2 Chronicles 7:14. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 14-ാമത്തെ വാക്യം, it says that if my people who will humble themselves and repent, the Lord will heal our land. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ സൗഖ്യപ്പെടുത്തും. And then in verse 16, അതിനുശേഷം പറയുന്നത് 16-ാമത്തെ വാക്യത്തിൽ, for now I have chosen and consecrated this house that my name and will be there forever. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. Ask your neighbor, is your house consecrated? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, നിങ്ങളുടെ ഭവനം വിശുദ്ധീകരിക്കപ്പെട്ടതാണോ? Amen. The Lord has a house that is consecrated. ദൈവത്തിൻ്റെതായിട്ടുള്ള ഭവനം അത് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. In the temple of God there was no ungodly thing. ദൈവത്തിൻ്റെതായിട്ടുള്ള ആലയത്തിൽ ദൈവികമല്ലാത്തതൊന്നുമില്ലായിരുന്നു. Amen. Amen. So a house is expected, the house of God is expected to be consecrated. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രതീക്ഷ ദൈവത്തിനുണ്ട്. Joel 2:15 talks about a consecrated fast. യോവേലിന്റേതായിട്ടുള്ള പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരം വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഉപവാസത്തെ കുറിച്ചാണ്. Wow. Amen. Amen. ഉപവാസം എടുക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഹല്ലേലൂയ, എന്തൊരു സന്തോഷം. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിന് ഇവിടെ ആഹാരം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ് അല്ലേ? എങ്ങാനും സ്പെഷ്യൽ മീറ്റിങ്ങിന് ഉപവാസമാണെങ്കിലോ? ഹല്ലേലൂയ, സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ചില ആൾക്കാർക്ക് വളരെ സന്തോഷമുണ്ട്. ആമേൻ. സോ there is a consecrated fast. അതുകൊണ്ട് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഉപവാസമുണ്ട്.
Exodus 19 and 23, പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, where the Lord is asking Moses to come up the mountain. അവിടെ ദൈവം മോശയോട് പറയുകയാണ് പർവ്വതത്തിന്റെ മുകളിലേക്ക് വരുവാനായിട്ട്. The Lord says, don't bring the people inside. എന്നാൽ വ്യക്തികളെ കൊണ്ടുവരരുതെന്ന് പറയുന്നു. And he says, set boundaries നീ അതിർത്തി ഇടുക എന്ന് പറയുകയാണ് around this mountain ഈ പർവ്വതത്തിന് ചുറ്റും. and consecrate it. അതിനുശേഷം ഇതിനെ ശുദ്ധീകരിക്കുക. So a mountain was consecrated. പർവ്വതം ശുദ്ധീകരിക്കപ്പെട്ടു. Do you see this? നിങ്ങൾക്കത് കാണുന്നുണ്ടോ? So it is not just consecrating people. അതുകൊണ്ട് വ്യക്തികളെ മാത്രമല്ല ശുദ്ധീകരിക്കുന്നത്. There is a consecrated mountain. അവിടെ പർവ്വതം There's a ശുദ്ധീകരിക്കും. consecrated house. ഭവനം ശുദ്ധീകരിക്കും. There's a consecrated altar. യാഗപീഠം ശുദ്ധീകരിക്കും. What is an altar? A place of sacrifice. എന്താണ് യാഗപീഠം എന്ന് പറയുന്നത്? ഈ ദൈവത്തിന് നൽകുന്ന സ്തോത്രങ്ങൾ അല്ലെങ്കിൽ യാഗം നൽകുന്നത്. It is a place of prayer. അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. It's a place of worship. ആരാധനയുടെ സ്ഥലമാണ്. So all of this is consecrated. ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. All that we are doing right now is consecrated. നാം ചെയ്യുന്നതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടതാണ്. And then we see in Leviticus 25:10, ലേവ്യ പുസ്തകത്തിൻ്റെതായിട്ടുള്ള 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, the Lord says, consecrate the 50th year, the year of Jubilee. 50-ാമത്തെ സംവത്സരത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുകയാണ്. Amen. Amen. Anyone who has turned 50, you can consecrate your 50th year. ആരെങ്കിലും 50 വയസ്സായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ 50-ാമത്തെ വർഷം നിങ്ങൾക്ക് ശുദ്ധീകരിക്കാം. Amen. These are principles that we have to learn from the Bible. നാം തിരുവചനത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള തത്വങ്ങളാണ്. We can consecrate our years to the Lord. നമ്മുടെ വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി നമുക്ക് നൽകുവാൻ അല്ലെങ്കിൽ വേർതിരിക്കുവാൻ കഴിയും. Every time you celebrate your birthday, ഓരോ തവണയും നിങ്ങളുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ you can consecrate it to the Lord. അത് ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാൻ, വിശുദ്ധീകരിച്ച് വേർതിരിക്കാം. And then it talks in Deuteronomy 15:19. ആവർത്തന പുസ്തകത്തിൻ്റെതായിട്ടുള്ള 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, Consecrating the firstborn of your herd and flock. നിന്റെ മാടുകളിലും ആടുകളിലും കടിഞ്ഞൂലായി പറക്കുന്നതിനെ ഒക്കെ ദൈവത്തിന് ശുദ്ധീകരിക്കുക എന്ന് നമുക്ക് പറയുന്നു. ഹേർഡും ഫ്ലോക്കും ഒന്നും കാണത്തില്ലായിരിക്കും അല്ലേ? മേ ബി വി ഡോണ്ട് ഹാവ് ആടുമാടുകളൊന്നും കാണത്തില്ലായിരിക്കും ഇപ്പം. ഉണ്ടോ? Many of us don't have sheep. Do we have anyone in our homes that we have sheep? ആടുമാടുകൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Okay, let me translate it to something that we can understand. നമുക്ക് മനസ്സിലാകുന്നതിലേക്ക് ഞാൻ മാറ്റി പറയാം. In those days, sheep was equivalent to the wealth that you had. ആ സമയത്ത് ആടുമാടുകൾ എന്ന് പറയുന്നത് നമുക്കുള്ള ധനത്തെക്കുറിച്ചുള്ള ഒരു അടയാളമായിരുന്നു. The first of all that you receive. നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ എല്ലാം കടിഞ്ഞൂൽ അല്ലെങ്കിൽ ലഭിക്കുന്നതിന്റെ ആദ്യത്തേത്. The first of your salary. നമ്മുടെ ആദ്യത്തെ ശമ്പളം. The first of the fruit that you have. നിങ്ങൾക്കുള്ളതിന്റെ ഫലത്തിന്റെ ആദ്യത്തേത്. The first of the vegetables that are in your garden. നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലുള്ള ആദ്യത്തേത്. I love what my sister does. എന്റെ സഹോദരി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ തിരുവല്ലയിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കൃഷിയുണ്ട്. Because we stay in a flat here, we don't have any vegetation and all here, but in Tiruvalla we have that option. And so my parents are into gardening. എൻ്റെ മാതാപിതാക്കൾ അവർ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. And so in that ഏത് കൊല ഉണ്ടായാലും എൻ്റെ അനിയത്തി വിളിച്ചു പറയും, ആദ്യഫലം കൊടുത്തോ? അതിലേത് കൊല വന്നു കഴിഞ്ഞാലും എൻ്റെ സഹോദരി ചോദിക്കും ആദ്യഫലം കൊടുത്തോ എന്ന്. So she has followed this of giving the first of everything that we receive. നമുക്ക് ലഭിക്കുന്നതിന്റെ എല്ലാം ആദ്യത്തെ ഫലം നൽകുന്നത് എൻ്റെ സഹോദരി തീർച്ചയായും ചെയ്യുന്ന ഒരു കാര്യമാണ്. Tell your neighbor, get ready for great things. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക. Tell your neighbor, get ready for wonders of God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ദൈവത്തിന്റെ അതിശയത്തിന് വേണ്ടി ഒരുങ്ങുക. Tell your neighbor for which there is a consecration. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ അത് സംഭവിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. Amen. ആദ്യ ഫലം കൊടുക്കണമെങ്കിൽ നമുക്ക് വിട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. Amen. If you really want to enjoy the wonders of God, there's a consecration. In that there is a letting go that happens. ദൈവത്തിൻ്റെതായുള്ള അതിശയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അത് സംഭവിക്കണമെങ്കിൽ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. ആദ്യത്തെ കൊലയിലെ ആ മഞ്ഞ കാണുമ്പോൾ എങ്ങനെ കൊടുക്കാൻ തോന്നും കർത്താവേ? Amen. When I see the beauty of that fruit, how can I give that color, Lord? I can give this color, not this color. Lord, that one has a little black. Adu venengi kodukam. Amen. This is the attitude many a times that we come to the Lord with. പലപ്പോഴും നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഈ മനോഭാവം കൊണ്ടാണ് നാം വരാറ്.
And then in the Bible, we see that the Lord consecrates people. അതിനുശേഷം തിരുവചനത്തിൽ നാം കാണുന്നു വ്യക്തികളെ ദൈവം ശുദ്ധീകരിക്കുന്നതായിട്ട്. Asher sometime back had brought this message of us being the royal priesthood. ആശർ അല്പ ആഴ്ചകൾക്ക് മുമ്പാകെ നാം ഒരു ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് അല്ലെങ്കിൽ പൗരോഹിത്യ വർഗമാണെന്നുള്ളതൊക്കെ പറയുകയുണ്ടായി. And in the Old Testament, we see the parallel of this. അതോടൊപ്പം തന്നെ നാം പഴയ നിയമത്തിൽ ഇതിൻ്റെതായിട്ടുള്ളത് കാണാൻ കഴിയുന്നു. Exodus 28. പുറപ്പാട് പുസ്തകത്തിന്റെ 28-ാം അധ്യായം. The whole chapter talks about how they consecrated priests, Aaron to be a priest. എങ്ങനെ അഹരോനെ ഒരു പൗരോഹിത്യത്തിലേക്ക് വിശുദ്ധീകരിച്ച് വേർതിരിച്ചു എന്നുള്ളതാകുന്നു ഈ അധ്യായം മുഴുവൻ പറയുന്നത്. There was a holy garment that he had to wear. തനിക്ക് ധരിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരു വിശുദ്ധ വസ്ത്രമുണ്ടായിരുന്നു. വസ്ത്രത്തിന്റെ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. There was a peculiar way in which that garment should be there. To show that he was consecrated. താൻ വിശുദ്ധീകരിക്കപ്പെട്ടവൻ എന്ന് അറിയേണ്ടതിന്. Many young people come and ask me, പല യുവാക്കളും യുവതികളും എൻ്റെ അടുക്കൽ വന്ന് ചോദിക്കാറുണ്ട്, is there a problem to wear this kind of a dress? ഈ ഒരു വസ്ത്രം ധരിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇതിട്ടാ കുഴപ്പമുണ്ടോ, അതിട്ടാ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അതിട്ട് കഴിഞ്ഞാൽ there are different kinds of genuine questions. വളരെ സ്വാഭാവികമായിട്ട് ഹൃദയത്തിൽ നിന്ന് വ്യക്തികൾക്ക് അറിയാൻ ആഗ്രഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. I mean, one thing that I encourage people is talk to the Holy Spirit. ഞാൻ അവരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. When I came to know the Lord, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ I had to talk to the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കേണ്ടി വന്നു. What he wanted about my life, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണ്, including the dresses that I had to wear, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തെ ഉൾപ്പെടെ, including the food that I had to eat. ഞാൻ ഭക്ഷിക്കുന്ന ആഹാരം ഉൾപ്പെടെ. There was a time and a season in my life where the Lord said, I want you to go on a fast. ദൈവം എൻ്റെ ചില കാലങ്ങളിൽ എന്നോട് പറഞ്ഞത് നീ ഉപവസിക്കണം. And there were certain things I really wanted to eat. എനിക്ക് ശരിക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട്. And the Lord would specifically ask me to not to give up those things. എന്നാൽ ആ കാര്യങ്ങൾ കഴിക്കാതെ വിട്ടുകൊടുക്കുവാനായിട്ട് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. I used to love chocolate ice cream. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വലിയ ഇഷ്ടമായിരുന്നു. With a little bit of vanilla. കുറച്ച് വാനില അതിന്റെ മുകളിൽ ഇട്ടിട്ട്. Hallelujah. Anybody wanting that? Yeah. In that season the Lord said, I want you to give that up. അപ്പോൾ ആ കാലത്തിൽ ദൈവം എന്നോട് പറഞ്ഞത് അത് നീ കഴിക്കരുത്, അത് വിട്ടുകൊടുക്കുക. I used to be a movie freak. എനിക്ക് ചലച്ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമായിരുന്നു. I used to love all the humorous movies. എല്ലാ തമാശയുള്ള ഈ ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമായിരുന്നു. കിലുക്കം എത്ര വേണേലും കാണാം. I'll see Kilikam how many ever times. I mean, all those tamashas I used to really enjoy. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണാനായിട്ട്. And the Lord in one season said, I want you to stop watching that. ഒരു പ്രത്യേക കാലത്തിൽ ദൈവം എന്നോട് പറയുകയായിരുന്നു, നീ അത് കാണുന്നത് നിർത്തണം. Tell your neighbor that the Lord will do wonderful things. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം അതിശയം പ്രവർത്തിക്കും. And so when we look at the Bible, അതുകൊണ്ട് നാം തിരുവചനം നോക്കുമ്പോൾ, when Aaron was consecrated, അഹരോൻ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ he had a garment to wear. തനിക്ക് ഒരു വിശുദ്ധ വസ്ത്രം And ധരിക്കണമായിരുന്നു. then he also had to wear something on his turban. അതോടൊപ്പം തന്നെ തന്റേതായിട്ടുള്ള ആ ശീലയിലും തനിക്ക് ധരിക്കേണ്ടതുണ്ടായിരുന്നു. There was a golden plate that had an engraving saying, Holy unto the Lord. ഒരു സ്വർണത്തിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടത്. Wow. Hallelujah. Amen. I used to dream this. I mean, I used to imagine this. I'm a person with imagination. I used to think that, Lord, anybody who sees me, in my younger days, I used to like, Lord, anybody who sees me should see Jesus. ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇത് ആലോചിക്കുമായിരുന്നു, എന്നെ കാണുന്ന ഏതൊരു വ്യക്തിയും യേശുവിനെ കാണണം. Anybody that looked at Aaron അഹരോനെ കാണുന്ന ഏതൊരു വ്യക്തിയും had to see this word, holy unto the Lord. ഇത് കാണേണ്ട സാഹചര്യമായിരുന്നു, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടത്. Anyone who looks at us നമ്മിൽ നോക്കുന്ന ആര് വേണമെങ്കിലും ആകട്ടെ should be able to see holy unto the Lord. അവർക്ക് കാണാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം, ഇത് ദൈവത്തിന് വേണ്ടി Amen. വിശുദ്ധീകരിക്കപ്പെട്ടത്. നമ്മൾ വർത്താനം പറയുന്ന രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. There should be a change in the way we converse with each other. Amen. Because we're going into the holy of holies. കാരണം നാം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു. ഈ അഹരോൻ എങ്ങാനും വേണ്ടാത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഹോളി ഓഫ് ഹോളീസിലോട്ട് കയറി കഴിഞ്ഞാൽ അടിച്ചു പോകും. You know, he would be dead. If Aaron will say anything bad and any false language, and then when he steps into the holy of holies, he will be dead. That is how consecrated he had to be. അത്രമാത്രം ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലായിരുന്നു താൻ നടക്കേണ്ടിയിരുന്നത്. Leviticus chapter 8 and 12. ലേവ്യ പുസ്തകത്തിൻ്റെതായിട്ടുള്ള 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. It says Moses poured the anointing oil on
Aaron's head to show that he was consecrated. അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. Amen. Right now, maybe we don't have oil pouring out over our lives. ചിലപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മേൽ നമ്മുടെ തലയിലൂടെ എണ്ണയൊന്നും ഒഴുകുന്നില്ലായിരിക്കാം. But the Holy Spirit who is represented as oil is upon our life. എന്നാൽ എണ്ണ എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. Amen. So we are consecrated. അത് മുഖാന്തരം നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Tell your neighbor, if you have the Holy Spirit, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ട് നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ then you are marked out. അങ്ങനെയെങ്കിൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Then you are consecrated to the Lord. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Amen. നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. You are sanctified. You are set apart. നിങ്ങൾ ദൈവത്തിന് വേണ്ടി The വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Greek word for holy or consecrated കോൺസെക്രേറ്റഡ് എന്നുള്ള വിശുദ്ധീകരിക്കുക എന്നുള്ളതിന്റെ യവനപദം is the word hagiazo, ഹഗ്യാസോ എന്നുള്ള വാക്കാണ്. which means set apart, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടത്. which means dedicated, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സമർപ്പിക്കപ്പെട്ടത്. which means devoted, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായ which സമർപ്പണം. means sacred, അതിന്റെ അർത്ഥം വിശുദ്ധം. which means there is nothing unholy there. അതിന്റെ അർത്ഥം അതിനോട് അത് മറ്റ് ദൈവികമല്ലാത്തതുമായി ചേരുന്നില്ല. There should be nothing that is unclean there. അവിടെ വിശുദ്ധമല്ലാത്തതൊന്നുമില്ല. And so if you look at 2 Corinthians 6, അതുകൊണ്ട് 2 കൊരിന്ത്യർ 6 അധ്യായം നാം നോക്കുമ്പോൾ verse 19 and 20, 19ഉം 20ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ it says, what is there between light and darkness? അപ്പോൾ അന്ധകാരവും അതുപോലെ തന്നെ വെളിച്ചവും തമ്മിൽ എന്തുണ്ട് സാമ്യം? What is common between believer and unbeliever? ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്തുണ്ട് സാമ്യം? Is there anything common between light and darkness? വെളിച്ചവും അന്ധകാരവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ സാമ്യമായിട്ട്? Except the place. സ്ഥലത്തിൻ്റെതല്ലാതെ. Yeah, if there is light here, there is light. ഇവിടെ വെളിച്ചമുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. If there is no light, വെളിച്ചമില്ലെങ്കിൽ it can be dark. അന്ധകാരമാണ്. There is nothing common. അവിടെ പൊതുവായിട്ട് ഒന്നുമില്ല. Amen. There is nothing common between believer and unbeliever. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ പൊതുവായി ഒന്നുമില്ല. And then it says, in the temple of God there is no idol there. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ മറ്റു ബിംബങ്ങൾ ഒന്നുമില്ല. And then it says, don't you know you are the temple of the living God? അതിനുശേഷം അവിടെ ലേഖകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയുകയില്ലയോ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്? Tap your neighbor strong and hard and say that you are the temple of the living God. മുറുക്കെ ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞാട്ടെ, അതായത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് പറഞ്ഞാട്ടെ. And so there should be no other idol there. അതുകൊണ്ട് അവിടെ മറ്റു ബിംബങ്ങൾക്ക് സ്ഥാനമില്ല. There should be no other person there. അവിടെ മറ്റൊരു വ്യക്തി ഉണ്ടാകരുത്. There should be no other desire there. അവിടെ മറ്റൊരു ആഗ്രഹം ഉണ്ടാകരുത്. There should be no other devotion there. അവിടെ മറ്റൊരു സമർപ്പണങ്ങൾ ഉണ്ടാകരുത്. Not our job. നമ്മുടേതായിട്ടുള്ള ജോലിയല്ല. Not our family. നമ്മുടെ കുടുംബമല്ല. Not our loved ones. നമ്മുടെ സ്നേഹിക്കുന്നവരല്ല. Nothing should take the place of the Lord God Almighty. ഈ ശക്തനായിട്ടുള്ള ദൈവമാകുന്ന കർത്താവിന്റെ സ്ഥാനം മറ്റൊന്നിനും മറ്റൊരു വ്യക്തിക്കും കൊടുക്കരുത്. The Hebrew word for the word consecration, ഇപ്രകാരം വേർതിരിക്കുക വിശുദ്ധീകരിക്കുക എന്നുള്ളതിന്റെ എബ്രായ പദം എന്ന് പറയുന്നത്, let me just find out that Hebrew word since we have to tell you correctly what the Hebrew word is kadosh. ഖദോഷ് എന്നുള്ള വാക്കാണ്. And that's the word that is used in Joshua 3:5. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്. It is similar to holy, വിശുദ്ധി എന്നുള്ള അതേ അർത്ഥമാണ്. but it is for a purpose. എന്നാൽ പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി. Amen. Sanctified for a purpose. ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടത്. So we are consecrated to be priests. അതുകൊണ്ട് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത് പൗരോഹിത്യമാകാൻ. 1 Peter 2:9 says that. That's what Asher was sharing few weeks ago. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അത് പറയുന്നു. അത് ആഷർ അല്പ ആഴ്ചകൾക്ക് മുമ്പ് പങ്കുവെച്ചു. In 1 Samuel chapter 16, 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ verse 5, 5-ാമത്തെ വാക്യം, when the prophet Samuel comes to anoint King David, ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വരുമ്പോൾ he calls David's family ദാവീദിന്റേതായിട്ടുള്ള കുടുംബത്തെ വിളിച്ച് and he gives them instruction. അവർക്ക് ചില നിർദ്ദേശങ്ങൾ He കൊടുക്കുകയാണ്. says, consecrate yourselves നിന്നെ തന്നെ ശുദ്ധീകരിച്ച്, because we're going to offer a sacrifice. കാരണം എന്റെ കൂടെ യാഗത്തിന് വരാൻ പറയുകയാണ്. And the Bible says he consecrated Jesse and all the sons. അവൻ ഇശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച എന്ന് പറയുകയാണ്. So before
every appointment, അതുകൊണ്ട് ഏതൊരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാകെ there is a consecration. അവിടെ ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവം. Amen. Before every assignment, ഏതൊരു പദ്ധതിക്ക് മുമ്പാകെ there is a consecration. അവിടെ ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവമുണ്ട്. Jeremiah 1:5. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. The Lord is telling Jeremiah, even while you were in the womb, I consecrated you. ദൈവം യിരെമ്യാവിനോട് പറയുകയാകുന്നു, നീ നിന്നെ ഗർഭത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, തിരഞ്ഞെടുത്തു. I appointed you to be a prophet to the nations. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. So what does it mean to be consecrated? അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? It is to be set apart. അതിന്റെ അർത്ഥം നാം വേർതിരിക്കപ്പെടുക. It is to be set apart to the Lord. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. Amen. Tell your neighbor you are set apart to the Lord. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Let me ask you a good question. നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. How many of you have a phone? എത്ര പേർക്ക് നിങ്ങളുടെ ഫോൺ ഉണ്ട്? ആർക്കും ഇല്ലേ? ഒരു ഫോൺ ഇല്ലാത്ത ആൾ. Okay. How many of you don't have a phone of your own? ആർക്കൊക്കെ ഫോൺ ഇല്ല? അപ്പോൾ എല്ലാവർക്കും കൂടെ ഫോൺ ഉണ്ടല്ലോ. Amen. How many of us bought a phone? ആരൊക്കെ ഒരു ഫോൺ മേടിച്ചു? പൈസ കൊടുത്ത് മേടിച്ചവർ എത്ര പേർ? ഒന്ന് കൈപൊക്കിക്കേ. Can I just see your hands? All right, very good. Now, when you went to the shop and bought the phone, or when you ordered it online, you bought the phone. നിങ്ങൾ ആ ഫോൺ മേടിച്ച അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ Imagine it's an iPhone. അതൊരു ഐഫോൺ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. വേറെ 1 ലക്ഷം രൂപ. ജസ്റ്റ് 1 lakh. Only 1 lakh rupees. അതിൻ്റെയൊക്കെ ഐഫോൺ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഉണ്ട്. Amen. There are expensive iPhones. വളരെ വിലപിടിപ്പുള്ള ഐഫോണുകളുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഞാൻ 1 ലക്ഷം എങ്ങനെ ഒപ്പിച്ചിട്ട് ഞാൻ അതങ്ങ് മേടിച്ചു. I somehow just worked and toiled and found out that money and then now I'm buying an iPhone. I went to the shop and I bought it. ഞാനത് കടയിൽ പോയി മേടിക്കുകയാണ്. ആ ഐഫോൺ ഇനി എത്ര നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ ലീന എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാതിരിക്കുവോ? How much ever the iPhone cries not to take me, will I stop? Will I? ഞാനത് നിർത്തുമോ? Ask your neighbor, will you? അടുത്തിരിക്കുന്ന നിങ്ങൾ നിർത്തുമോ എന്ന് ചോദിച്ചാട്ട്. Amen. You will take your phone and go, right? നിങ്ങൾ നിങ്ങളുടെ ആ ഫോൺ എടുത്തുകൊണ്ട് പോകും. One of the reasons that we need to know from the Bible, it says that we are bought with a price. തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത് നാം വിലയ്ക്ക് മേടിക്കപ്പെട്ടവരാകും. The Lord has bought us with a price. കർത്താവ് നമ്മെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു. He has purchased us with his precious blood. തന്റെ വിശുദ്ധ രക്തത്താൽ നമ്മെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. And that is enough for us to be consecrated. നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് അത് തന്നെ മതി. So the big reason why we are consecrated to the Lord, അതുകൊണ്ട് നാം യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട വലിയ കാരണമെന്ന് തന്നെ Peter says it's not with anything that is imperishable or not valuable. It is valuable. It is the precious blood of Jesus. പത്രോസ് പറയുകയാണ്, അത് നശിച്ചു പോകുന്നതോ അല്ലെങ്കിൽ കളങ്കമുള്ളതായിട്ടുള്ള ഏതോ കാര്യങ്ങൾ കൊണ്ടല്ല, എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താലാകും. So we are consecrated to the Lord അതുകൊണ്ട് നാം കർത്താവിന് വേണ്ടി by വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു the blood of Jesus. യേശുവിന്റെ രക്തത്താൽ. But we are also consecrated to his work. എന്നാൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയും നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Ephesians says that we are consecrated for his good work. എഫെസ്യ ലേഖനം പറയുന്നത് ദൈവം നമ്മെ ദൈവത്തിന്റെ സൽപ്രവർത്തികൾക്കായി നമ്മെ നിയമിച്ചിരിക്കുന്നു. Ephesians 2:10 says that we are separated for good works. എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത് നാം സൽപ്രവർത്തികൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. Ephesians 1:4 also says that we are consecrated for his purposes, for his divine purposes. എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത് യേശുവിന്റെ നിത്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ആക്കി And വെച്ചിരിക്കുന്നു. the Lord handpicked us before the foundation of the world. ഈ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I just feel in my heart for you, Merlin, that the Lord wants you to know that the Lord has consecrated you. മേളിനെ കുറിച്ച് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നത്, അതായത് ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. That the Lord has handpicked some of us for some beautiful purpose, all of us. ദൈവം നമ്മെ എല്ലാവരെയും മനോഹരമായിട്ടുള്ള ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. Some of us to be teachers of God's word. നമ്മിൽ ചിലർ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നവരാകുവാൻ, Some of us to be prophets. നമ്മിൽ ചിലർ പ്രവാചകരാകുവാൻ, All of us to be priests. നാം എല്ലാവരും തന്നെ പൗരോഹിത്യ വർഗമാകുവാൻ. ഇല്ലേ? Amen. Amen. If not, I will give you homework once more. 1 Peter 2:9. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എടുക്കുക. Amen. We are a chosen generation. നാം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജാതിയാകും. We are a royal priesthood. നാം രാജകീയ പുരോഹിത വർഗമാണ്. Amen. Tell your neighbor, you are a priest. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരു പുരോഹിതനാകുന്നു. Pastor Jijo മാത്രമല്ല, നിങ്ങളും പുരോഹിത വർഗമാണ്. Not just Pastor Joe, but all of you are priesthood.
Tell your neighbor, aha, വിശുദ്ധയാണല്ലേ. Amen. Because priest is supposed to be holy, right? No? Okay, maybe I read my Bible wrong. But anyway, we are all consecrated to the Lord. We are also consecrated to His work. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവ വേലയ്ക്ക് വേണ്ടിയും കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. Amen. ആമേൻ. I just believe that we are in a very significant season ഞാൻ വിശ്വസിക്കുന്നു വളരെ നിർണായകമായിട്ടുള്ള കാലഘട്ടത്തിലായിരിക്കുന്നു നാം. where the Lord is moving powerfully across the globe. ലോകത്തിൽ എമ്പാടും ദൈവം വളരെ ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. He's moving in signs and wonders. ദൈവം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നു. He's shaking up His church. ദൈവം തന്റെ സഭയെ കുലുക്കുന്നു. He's telling His bride, hey, get ready. ദൈവം തന്റെ മണവാട്ടിയോട് പറയുകയാണ്, ഒരുങ്ങിയിരിക്കുക, I am coming back soon. ഞാൻ ഉടനെ മടങ്ങി വരുന്നു. And I want my church to be consecrated to me. എന്റെ സഭ എന്നോട് വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. This is a year of total surrender. ഇത് പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിന്റെ വർഷമാണ്. And my question to all of us, ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്, have we totally surrendered to the Lord? നാം പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? Is there any idol in our lives? നമ്മുടെ അകത്ത് എന്തെങ്കിലും ഒരു ബിംബമുണ്ടോ? Is there anything that would take the place of Jesus? യേശുവിന്റെ സ്ഥാനം എടുക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? A man of God said that if Jesus is not Lord of all, He's not Lord at all. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, യേശു സകലത്തിൻ്റെതുമായിട്ടുള്ള കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവേ അല്ല. How can we consecrate ourselves practically? നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് നമ്മെ തന്നെ വേർതിരിക്കാം? Ask your neighbor, do you pray? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? വല്ല ഉത്തരം കിട്ടിയോ? എന്തെങ്കിലും ഇല്ലല്ലേ? ഒന്നുകൂടി ചോദിച്ചേ, do you pray? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാട്ടെ. Amen. Take time to pray. പ്രാർത്ഥിക്കാൻ സമയമെടുത്താട്ടെ. Take time to hear the Lord. കർത്താവിനെ കേൾക്കുവാൻ സമയമെടുത്താട്ടെ. Only a surrendered heart will be willing to hear the voice of God. ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരം കേൾക്കുവാൻ കഴിയുന്നത് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ, ഹൃദയത്തിന് മാത്രമായിരിക്കും. Otherwise you would hear your flesh. അല്ലെങ്കിൽ നിങ്ങളുടെ ജഡത്തിന്റെ സ്വരം നിങ്ങൾ കേൾക്കും. Otherwise you would hear what you want to hear. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് നിങ്ങൾ കേൾക്കും. When the Lord says go left, you will go right. നിങ്ങൾ ഇടത്തോട്ട് പോകാൻ ദൈവം പറയുമ്പോൾ നിങ്ങൾ വലത്തോട്ട് പോകും. That is what Jonah did. അതാകുന്നു യോന ചെയ്തത്. Amen. So the Lord wants us to have a yielded heart, a surrendered heart. അതുകൊണ്ട് വിധേയപ്പെട്ട ഹൃദയം നമുക്ക് ഉണ്ടാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് We are ആഗ്രഹിക്കുന്നു. coming to the end of 2024. നാം 2024 അവസാനത്തിലേക്ക് എത്തുകയാണ്. Did we take time in between to check our hearts to see whether we are really surrendered? നാം യഥാർത്ഥത്തിൽ വിധേയപ്പെട്ടവരാണോ എന്ന് മനസ്സിലാക്കുവാൻ നാം സമയമെടുത്തോ? Can we find out on a day-to-day basis, okay God, today did I surrender my will to you? നമുക്ക് അനുദിനം ദൈവത്തിൽ പരിശോധിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഇന്ന് അങ്ങയുടെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ വിധേയപ്പെട്ടോ? In this journey that I am learning holiness, this is the theme for this year. ഞാൻ ഈ യാത്രയിൽ ഞാൻ വിശുദ്ധി പഠിക്കുമ്പോൾ ഈ വർഷത്തേക്കുള്ള ഈ ചിന്ത ഇതായിരുന്നു. Or last year when I was learning Jehovah Shalom, കഴിഞ്ഞ വർഷം ഞാൻ യഹോവ ശലോം പഠിക്കുമ്പോൾ one of the exercises that I do almost every day, അനുദിനം ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, the beginning of the day I ask the Lord, ഞാൻ ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, Lord help me to be holy this day. കർത്താവേ, ഈ ദിവസം വിശുദ്ധയായിരിക്കാൻ എന്നെ സഹായിക്കണമേ. Holy Spirit help me to sleep through today's storm. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ കൊടുങ്കാറ്റിനിടയിലൂടെ ഉറങ്ങിയിരിക്കാൻ എന്നെ സഹായിക്കണമേ. I am not prophesying storm over myself. ഞാൻ എന്റെ മേൽ കൊടുങ്കാറ്റ് പ്രവചിക്കുകയല്ല. But because the Bible says in this world you will have trouble. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. Amen. In John it says that in this world you will have trouble. ഈ ലോകത്തിൽ കഷ്ടതകൾ ഉണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. But Jesus says don't be afraid. എന്നാൽ യേശു പറയുകയാണ്, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുക, I have overcome the world. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, ജയിച്ചവൻ കൂടെ ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്, the winner is with us. Amen. So every day I ask the Lord, Lord help me to be holy, help me to be able to sleep through. അതുകൊണ്ട് ഞാൻ അനുദിനം ദൈവത്തോട് ചോദിക്കുമായിരുന്നു, കർത്താവേ, എന്നെ ഈ വിശുദ്ധയായിരിക്കാൻ സഹായിക്കണമേ, ഉറങ്ങി ഈ കൊടുങ്കാറ്റുകളെ ജയിക്കുവാൻ സഹായിക്കണമേ. So how can we practice it today? നമുക്ക് ഇന്ന് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയും? We have another 1 month നമുക്ക് ഒരു മാസം കൂടെ ഉണ്ട് for this total surrender year. ഈ വർഷത്തെ പൂർണ്ണമായിട്ടുള്ള You വിധേയത്വത്തിന് can ask the Lord, ദൈവത്തോട് ചോദിക്കണം, Lord help me to surrender today. കർത്താവേ, ഇന്ന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. Take time to pray. പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. Ask the Holy Spirit, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, what is that one thing you want me to surrender today? ഇന്ന് ഞാൻ പൂർണ്ണമായി വിധേയപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് സംസാരിക്കുവോ? Will the Holy Spirit speak to you? Amen. John chapter 27 says, my sheep will hear my voice
Amen. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. So you will hear God's voice. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ദൈവത്തിന്റെ സ്വരം കേൾക്കും. So the Holy Spirit will tell you what to surrender. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും എന്ത് നിങ്ങൾ വിധേയപ്പെടണം എന്നുള്ളത്. It can be the worries about your family. അത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം. It can be the worries about your future. ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം. Single, ready to mingle. സിംഗിൾ ആണ്, മിങ്കിളാകാൻ റെഡിയാണ്. Amen. കല്യാണം കഴിക്കണം കർത്താവേ, പെറ്റ് പെരുകാനുണ്ട് കർത്താവേ, പല 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 ചിന്തകളുണ്ട് കർത്താവേ. It can be all those worries. ആ ആകുലതകളും ചിന്തകളും എല്ലാം നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും. But it's an opportunity for you every day to tell the Lord, Lord, here are my worries. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പറയുവാൻ, കർത്താവേ ഇതെല്ലാം എന്റെ ചിന്താകുലമാകും, എന്റെ ആകുലതകളാകും. Surrender your thoughts. നിങ്ങളുടെ ചിന്തകൾ ദൈവത്തിന് കീഴ്പ്പെടുക. Surrender your emotions. നിങ്ങളുടേതായിട്ടുള്ള വികാരങ്ങൾ ദൈവത്തിന് പകരുക. Surrender your will. നിങ്ങളുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ഇച്ഛയെ ദൈവത്തിന് നിങ്ങൾ വിധേയപ്പെടുക. Wow. Amen. കർത്താവേ എനിക്കൊരു മെർസിഡീസ് ബെൻസ് മാത്രം മതി. Lord, I just need a Mercedes Benz. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു മാരുതി 800 ആയിരിക്കും. The Lord is thinking about a Maruti 800. ആ വണ്ടിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആർക്കും. Amen. The Lord must be asking us to buy maybe a smaller car. ഒരു പക്ഷേ ദൈവം നമ്മളോട് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാർ മേടിക്കാനായിരിക്കാം. Maybe. ഒരു പക്ഷേ Maybe the Lord wants you to buy a big car. ചിലപ്പോൾ ഒരു വലിയ കാർ മേടിക്കാനായിരിക്കാം. And you must be thinking about all those dialogues that people are going to tell you. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് വ്യക്തികൾ പറയാൻ പോകുന്ന ആ ഡയലോഗുകളെ കുറിച്ചൊക്കെ ആയിരിക്കാം. Amen. You must be concerned about people's opinions. വ്യക്തികളുടെ അഭിപ്രായത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. But the Lord wants us to surrender our will. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇച്ഛ ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ്. The Romans 12:1 says, റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ present പറയുന്നു, your bodies as a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പേൻ. Tell your neighbor, as a living sacrifice. ജീവനുള്ള യാഗമായി. When you bring a sacrifice നിങ്ങൾ ഒരു യാഗം കൊണ്ടുവരുമ്പോൾ before the altar, ഈ യാഗപീഠത്തിന് മുമ്പാകെ who does it belong to? അത് ആരുടേതാകുന്നു? God. Yes. When you bring a sacrifice to the Lord, it belongs to the Lord. ഒരു യാഗം ദൈവത്തിനായി കൊണ്ടുവരുമ്പോൾ അത് ദൈവത്തിൻ്റെതാകും. ആ സ്വോത്രാഴ്ച പെട്ടി അങ്ങോട്ട് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അയ്യോ കർത്താവേ 400 രൂപ തന്നെ ഇടണോ, ഒരു 10 രൂപ ഇട്ടാ പോരെ, ഇവരൊക്കെ എങ്ങനെയാണാവോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. Amen. When you sacrifice, it does not belong to you. നാം നൽകുമ്പോൾ അല്ലെങ്കിൽ യാഗം ചെയ്യുമ്പോൾ അത് നമ്മുടേതല്ല. Amen. You let go. നാം വിട്ടുകൊടുക്കുകയാണ്. You don't think about it. നാം അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. That is the aspect or the idea about sacrifice. യാഗത്തിൻ്റെതായിട്ടുള്ള ആ ചിന്ത, സത്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. So we are a living sacrifice. അതുകൊണ്ട് നാം ജീവനുള്ള യാഗമാകും. Every day we give our body to Him. ഓരോ ദിവസവും നമ്മുടെ ശരീരങ്ങളെ നാം ദൈവത്തിന് Every day we give our mind to Him. നമ്മുടെ മനസ്സ് ഓരോ ദിവസവും നാം ദൈവത്തിന് Every day we give our emotions to Him. നമ്മുടെ വികാരങ്ങളെ ഓരോ ദിവസവും നാം ദൈവത്തിന് നൽകുകയാണ്. Every day we yield our will to Him. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇച്ഛ, അത് നാം ദൈവത്തിന് ഓരോ ദിവസവും Not my സമർപ്പിക്കുകയാണ്. will but yours, Lord. എന്റെ ഇഷ്ടമല്ല എന്നാൽ അങ്ങയുടെ ഹിതം. Can we all rise up to our feet? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? Hallelujah. Father, we thank you, Lord. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. We are here to consecrate ourselves. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. We want to consecrate ourselves to you, Abba. കർത്താവേ, ഞങ്ങളെ അങ്ങയോട് വിശുദ്ധീകരിപ്പാൻ ഞങ്ങൾ ചോദിക്കുകയാണ്. Because of the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം. Because of the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. Because of the powerful blood of Jesus. യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള രക്തത്താൽ. Hallelujah. I just sense in my heart that some of you have been struggling to yield your will to the Lord. ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഇച്ഛ അത് ദൈവത്തിന് സമർപ്പിക്കുവാൻ പ്രയാസപ്പെടുന്നു. You've been battling with your will. നിങ്ങളുടെ തീരുമാനങ്ങളെ സംബന്ധിച്ച്, ഇച്ഛയെ സംബന്ധിച്ച് നിങ്ങൾ പ്രയാസപ്പെടുകയാണ്. When Jesus was on earth, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ He had to yield Himself completely. യേശുക്രിസ്തുവിന് പൂർണ്ണമായിട്ട് തന്നെ വിധേയപ്പെടുത്തേണ്ടി വന്നു. He had every right to hold on to things. തന്റെ കാര്യങ്ങളെ മുറുകെ പിടിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നപ്പോഴും He had every right not to die. മരിക്കാതിരിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. But He said, എന്നാൽ യേശു പറഞ്ഞു, not my will but yours. എന്റെ ഇഷ്ടമല്ല എന്നാൽ തിരുഹിതം നടക്കട്ടെ.
Can we be a consecrated people to the Lord? നമുക്ക് ദൈവത്തോട് വിശുദ്ധീകരിക്കപ്പെട്ട ജനമാകുവാൻ കഴിയുമോ? The Lord wants to send a revival. ദൈവത്തിന്റെ ആഗ്രഹം ഉണർവയക്കണമെന്നാണ്. But like he said to Joshua, എന്നാൽ യോശുവയോട് പറഞ്ഞതുപോലെ, like he spoke to Israel, ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ, consecrate yourself. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Separate, set yourself apart to the Lord. ദൈവത്തിന് വേണ്ടി നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Set yourself apart to do the will of God. ദൈവഹിതം ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ തന്നെ വേർതിരിക്കുക. Give your will to the Lord. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇച്ഛ അത് ദൈവത്തിന് നൽകുക. കർത്താവ് ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ക്ഷമിക്കാനായിട്ട് ഉള്ള ആൾക്കാരെ കാണിച്ചു തന്നാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. I just sense in my heart there are some people that the Lord has been telling you to let go of people and to forgive people. വിട്ടുകൊടുക്കാനായിട്ട്, വ്യക്തികളോട് ക്ഷമിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കും. And the Lord is telling you, I want to bring revival in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to pour out my spirit upon you. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ പകരണമെന്ന് In a ആഗ്രഹിക്കുന്നു. powerful way. വളരെ ശക്തമായ രീതിയിൽ. I also see this picture that the Holy Spirit is ready to come upon a lot of people in powerful ways. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യക്തികളുടെ മേൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് പോലൊരു ചിത്രം ഞാൻ കാണുന്നു. But as we read in the book of Acts, അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നത് പോലെ the Lord has been telling some of you to spend time in His presence. ദൈവം ചിലരോട് പറയുകയുണ്ടാകുകയാണ് ഈ സമയത്ത്, ഈ കാലങ്ങളിൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ. Like the Lord told His disciples, set aside time in His presence. ദൈവം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ദൈവവുമായിട്ട് ദൈവസാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുവാൻ. The Lord is going to encounter each and every one of us. ദൈവം നാം ഓരോരുത്തരുമായി കണ്ടുമുട്ടുവാൻ വരുന്നു. If you're not able to stand, you can feel free to sit, but I feel that the Lord wants to anoint us afresh. നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എടുത്താട്ടെ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരു പുതിയ അഭിഷേകം നമ്മുടെ മേൽ പകരുവാൻ പോകും. A living sacrifice. ജീവനുള്ള യാഗമായി. I want us to speak to the Lord. അത് നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചു. There are areas in your life that you want to yield to the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങൾ അത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടേണ്ടതായിട്ടുണ്ട്. Kiria la ra na na ni ande aseria la la na ni ande kira bala ra ba se la ra na ni an ya la la ya se ria la na ni ante ashera la na ni ante leiba ra ba ya se la na ni ante leiba ra ba ya ante aseria la ni an ya ni ante lek his minele ante ria la ya shira la ya ze lei mi an ande aseria la le azara la ya zeria la ni ande le hasmi an shere lei biazana ni ante ala ya ze lei barabazi ante ase kala rabazana ni ante zeba baba shiante lei baba ante zarana ni ante ala ni ande Holy Spirit ho baba ande ze kala la ni ante aseri ala ni ande ria ni aliaze lia ni ante re baba shala la yaze raba baba yaze la yazana na ni antara bashe raba zarara riande asera la ni ande zerir la yande asiani ani. Do not take the presence of the Lord lightly. ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം അത് നിസ്സാരമായി കാണരുത്. He's a holy God. ദൈവം വിശുദ്ധനായ പരിശുദ്ധനായ ദൈവമാണ്. He's a loving Father. സ്നേഹിക്കുന്ന പിതാവാണ്. But he's also consuming fire. എന്നാൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. He's a loving Father. ദൈവം സ്നേഹിക്കുന്ന പിതാവാണ്. But he's also a judge. എന്നാൽ ന്യായാധിപനുമാണ്. And the Holy Spirit wants us to know. പരിശുദ്ധാത്മാവ് നാം അറിയേണ്ടതിനായി ആഗ്രഹിക്കുന്നു. We cannot take him lightly. നമുക്ക് നിസ്സാരമായ ദൈവത്തെ കാണാൻ കഴിയും. He's a soon and coming King. ദൈവം എത്രയും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള രാജാവാണ്. And he wants us as his bride to be separated unto him. തന്റെ മണവാട്ടിയായ ദൈവത്തോട് വേർതിരിക്കപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന സഭയാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് We ആഗ്രഹിക്കുന്നു. do not have time to waste. നമുക്ക് പാഴാക്കി കളയുവാൻ സമയമില്ല. We do not have any more time to think that we have with our hands, in our hands.
നമുക്ക് ഇപ്രകാരം വെറുതെ ചിന്തിച്ച് കളയുവാൻ ഒന്നും നമ്മുടെ പക്കൽ സമയമില്ല. നമുക്ക് സമയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. We shouldn't think that we have more time. നമുക്ക് ഇന്നോ നാളെയോ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിരിക്കാം. Even though or maybe today or tomorrow may be our last days. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. The Holy Spirit is reminding us, can we live, rededicate our lives this morning to the Lord? പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ കർത്താവിന് വിശുദ്ധീകരിച്ച് വേർതിരിക്കാമോ ഈ പ്രഭാതത്തിൽ. The Bible says that if there is uncleanness, that we should remove it from our midst. അശുദ്ധി നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് തിരുവചനം പറയും. Because we are the temple of the living God. കാരണം നാം ദൈവത്തിന്റെ ജീവിക്കുന്ന ആലയമാകും. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ മന്ദിരത്തില് വേറെ യാതൊന്നിനും സ്ഥാനമില്ലാതെ വണ്ണം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന, പരിശുദ്ധാത്മാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, ഈ ആലയത്തിൽ വേണ്ടാത്ത ചിന്തകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇന്ന് രാവിലെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. I want us to give our thoughts before the Lord. നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിൻ്റെ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ടുള്ളൊരു സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ പുതിയൊരു തലമുറയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഈ ഭൂമിയിൽ നിവൃത്തിയാക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമയം നിങ്ങളുമായിട്ടുള്ളൊരു സമയമാണ്. And if there are unwanted things in your life, വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം പരിശുദ്ധാത്മാവേ. ഐ വാണ്ട് യു മോർ. അങ്ങേ എനിക്ക് കർത്താവെ ഞാൻ കൊതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ റാബായാന്തര ഇടപെടൽ കർത്താവെ ഇന്ന് രാവിലെ റേഖാമനദലയാന്തര I just see this picture for Siji Chechi, that the Holy Spirit wants you to know that the Lord is your Father. He is your good Father. പിതാവാകുന്ന ഈ ദൈവം പാറിയാന്തര സിജിമാമെ പൊതികയാണ്. Hallelujah. Leriandra, I hear this name Vishnu, and the Lord wants you to know the Lord has consecrated you. Rabaza Raba Shandara Ribaladriandra കർത്താവ് ഒരു la 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 യാന്തര ഒരു പദ്ധതിക്ക് വേണ്ടി വിഷ്ണുവിനെ കണ്ടിരിക്കുകയാണ്. I hear this name Rajesh, and I believe that the Lord wants you to know that He has called you, He has handpicked you. Hallelujah. രാജേഷ് എന്നുള്ള പേർ ഞാൻ കേൾക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. I hear this name Susan. സൂസൻ എന്നുള്ള പേർ ഞാൻ കേൾക്കുന്നു. And the Lord wants you to know the Lord had called you even while you were in the womb of your mother. നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു. The Lord has been speaking to many of you about your job. നിങ്ങളുടെ ജോലികളെക്കുറിച്ച് പല വ്യക്തികളോടും ദൈവം സംസാരിക്കുകയുണ്ടായി. Some of you are supposed to leave your job. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജോലി വിടണം, to serve the Lord. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ. Some of you are supposed to step up in your job. ചിലർ നിങ്ങളുടെ ജോലിയിൽ വളരെ താൽപര്യത്തോടെ കയറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. The Lord has been giving specific instructions to us about our job arena. നമ്മുടെ ജോലി മണ്ഡലത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ദൈവം പറയുകയുണ്ടായി. I hear this word for Sneha, that the Lord wants you to know you are consecrated to Him. സ്നേഹ ഈ വാക്ക് കേൾക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവം സ്നേഹയെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. I see these loving eyes that are looking on you, Sneha, and the Lord wants you to know that He loves you very dearly. ദൈവം വളരെ ആഴത്തിൽ സ്നേഹയെ സ്നേഹിക്കുന്നു എന്നുള്ള മനസ്സിലാക്കുന്ന രീതിയിൽ സ്നേഹമുള്ള കണ്ണുകൾ ദൈവത്തിൻ്റെത് സ്നേഹയിലേക്ക് വരികയാണ്. He called you by name. പേർ വിളിച്ച് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. Oh Rabazana dalarianda seralariande lemanadala yazana naniandra. I hear this name, I see this name Matthew. മാത്യു എന്നുള്ള പേർ ഞാൻ കാണുകയാണ്. And the Lord is telling you it is your second name. അത് നിങ്ങളുടെ രണ്ടാമത്തെ പേരാണ്. And the Lord wants you to know that the Lord has already cleared your burdens of finances. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളെല്ലാം ദൈവം ക്ലിയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. Hallelujah, hallelujah. നിൻ മഹാ കൃപയ്ക്കായി
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും യേശുവേ നിൻ മഹാ കൃപയ്ക്കായി. Yes, Lord. Some of you might be wondering, how can I overcome? നിങ്ങൾ ചിലർ ചിന്തിക്കുകയാണ്, എങ്ങനെ എനിക്ക് അതിജീവിക്കുവാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ കഴിയും? The Holy Spirit is with you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. His grace is upon you. ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട്. Can we just sing that song that we sang at the end? Holy, holy. പരിശുദ്ധൻ മഹോന്നത ദൈവം. Hallelujah. ജബാരിയാരരക. Go ahead. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. He is holy. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും. He is holy. ലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ Yes, Lord. പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും. സ്വർലോകനാഥനാം മശിഹാ. ആഹാ ഹല്ലേലൂയാ. 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 അവൻ ആർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെ പോരാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെ പോരാരാധ്യനില്ല. ആഹാ ഹല്ലേലൂയാ. ആഹാ ഹല്ലേലൂയാ. ആഹാ ഹല്ലേലൂയാ. ആഹാ ഹല്ലേലൂയാ. ആഹാ ഹല്ലേലൂയാ. Jesus. Ribala Rama Shandara Zere. Jibebe Baba 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 Sandere Sikera Bashala Lani Ande. Hallelujah. Father, here we are, Abba. പിതാവേ, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. We dedicate ourselves to you ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു. for a greater awakening. അങ്ങയുടെ വലിയ ഒരു എഴുന്നേൽപ്പിനായി Here we are, Abba. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന പിതാവേ, We consecrate ourselves ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് for the വേർതിരിക്കുന്നു. outpouring of your presence അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വലിയൊരു പകർച്ചയ്ക്കായി in our lives, ഞങ്ങളുടെ ജീവിതത്തിൽ, through our lives, ഞങ്ങളുടെ ജീവിതത്തിലൂടെ, in our city, ഞങ്ങളുടെ പട്ടണത്തിൽ, in our nation. ഞങ്ങളുടെ രാജ്യത്തിൽ. Father, in every place that you send us. പിതാവേ, അങ്ങ് ഞങ്ങളെ അയക്കുന്ന ഓരോ സ്ഥലത്തും Father, we want to be like a Joshua generation ഞങ്ങൾ ഒരു യോശുവ തലമുറയായി മാറി that will go out and conquer.
ഞങ്ങൾ പോയി കീഴടക്കുന്നവരായി, that will cross over and take over. മറികടന്ന് എടുക്കുന്ന വ്യക്തികളായി. It is time for your promises. അങ്ങയുടെ വാഗ്ദത്തങ്ങളുടെ സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ അൺലോക്ക് ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങൾ ഇതാ കർത്താവിന്റെ പദ്ധതികൾ അൺലോക്ക് ചെയ്യുവാൻ കർത്താവേ, അങ്ങയുടെ ദലറോബ സേബ റിയാന്തര കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. In Jesus mighty name we pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. You may be seated. ഇരുന്നാട്ടെ. It is time for us to go out and possess. നാം പോയി പ്രാപിക്കേണ്ട എടുക്കേണ്ടതായുള്ള സമയമായിരിക്കും. Possess the promises of God in our lives. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ളത് പ്രാപിക്കുവാനായി. For which the Lord will ask us to be consecrated. അതിനായിട്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം നമ്മോട് പറയും. To have a lifestyle that is very different from the normal. ഒരുപക്ഷേ സാധാരണ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ജീവിതശൈലി. So that he can entrust us with more. അങ്ങനെ ദൈവം അധികത്തിന് ചുമതലക്കാരാക്കുവാൻ. So that he can entrust us with his presence. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ദൈവം ഏൽപ്പിക്കും. Have a life and a great month of consecration. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേർതിരിക്കപ്പെടുന്ന വിശുദ്ധീകരണത്തിന്റെ ഒരു മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.